വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ രാജ്യം കാത്തിരുന്ന വലിയ ആ ഒരു നീക്കം കേന്ദ്ര സർക്കാർ ഇന്ന് നടത്താൻ പോവുകയാണ്. ഇൻഫാക്ട് ഞാനത് നമ്മൾ ഈ വാർത്ത ചെയ്യുന്ന സമയത്ത് അത് നടന്നു കഴിഞ്ഞിരിക്കും എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും വനിതാ സംവരണ ബില്ല് വരാൻ പോവുകയാണ്. വനിതാ സംവരണ ബില്ല് ഒരു ചരിത്രപരമായിട്ടുള്ള നീക്കമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അതിന് വലിയ എതിർപ്പുകളും വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിലടക്കം ശബരിമലയിൽ സ്ത്രീകളെ കയറിയപ്പോൾ റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞ് അതിനെ അനുകൂലിച്ച സ്ത്രീകളെ കളിയാക്കിയ പല തരുണീമണികളും വനിതാ സംവരണ ബില്ല് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വിശ്വാസത്തിന്റെ കാര്യമാണ്. നമുക്ക് കയറിയാൽ എന്ത് കയറിയില്ലെങ്കിൽ എന്ത് എന്ന് പറയാം. പക്ഷെ ഇത് ജനാധിപത്യപരമായി നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യം, എല്ലാ സ്ത്രീകൾക്കും വേണ്ടി അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവരതിനെ എതിർക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം, നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവിടെയല്ല വിഷയം കിടക്കുന്നത്. വിഷയം ഡീലിമിറ്റേഷൻ വരാൻ പോവുകയാണ്. നമ്മൾ ഈ വാർത്ത നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീലിമിറ്റേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അന്ന് ബിജേട്ടൻ കൃത്യമായിട്ടുള്ള മണ്ഡലങ്ങളും കാര്യങ്ങളും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഏറ്റവും വലിയ ഇതിന്റെ സംശയം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ BJPക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള പല സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശിൽ 80 സീറ്റിൽ നിന്നും 123 സീറ്റായി മാറാൻ പോകുന്നു. എന്നാൽ കേരളത്തിൽ 20 സീറ്റിൽ നിന്നും കൂടാനും പോകുന്നില്ല. കൂടിപ്പോയാൽ 1 സീറ്റ് കൂടും, 21 സീറ്റ് കൂടും. അപ്പൊ ഉത്തർപ്രദേശ് മതി ഇനി BJPക്ക് രാജ്യം ഭരിക്കാൻ. ആ ഒരു തന്ത്രമാണ് ഇവർ പയറ്റാൻ പോകുന്നത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ സീറ്റ് കൂടും, രാജസ്ഥാനിൽ കൂടും, ബീഹാറിൽ കൂടും. ബീഹാറിൽ ഇന്ന് BJP മുഖ്യമന്ത്രി വന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രമാനുഗതമായിട്ട് സീറ്റുകൾ കൂടാൻ പോവുകയാണ്. തമിഴ്നാട്ടിലും കൂടും കേട്ടോ. എന്ന് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങാനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തമിഴന്മാർ മൊത്തം തെരുവിലിറങ്ങി നിങ്ങളെ തീർത്തു കളയും എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കലാപ സമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവന്മാരുടെ ശ്രമം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 543 സീറ്റിൽ നിന്നും 850 സീറ്റായിട്ട് ഉയരും. ഈ സെൻട്രൽ വിസ്ത പണിതപ്പോഴേ നരേന്ദ്രമോദി അവിടെ ഇതൊക്കെ പണിതിട്ടതാണ്. അന്നേ ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞതാണ് ഇത് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞതാണ്. ഈ 850 സീറ്റായി ഉയർത്തുന്നത് 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുമെന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ബില്ലാണ് വരാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഒരു ബില്ലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ ഇനിയിപ്പോ കടന്ന് കാണിക്കുന്ന കോലാഹലങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രതീക്ഷകൾ? ഈ വനിതാ സംവരണ ബില്ലിൽ ഇവരുടെ പ്രതിഷേധം ആദ്യമായിട്ടല്ല. കോൺഗ്രസിന്റെ കാലത്തും ഇതേ കണക്ക് പ്രതിഷേധം വരുത്തിയിട്ടുണ്ട്. മുമ്പ് ഇതിന്റെ ഈ ബില്ല് കീറി ഇറങ്ങിച്ചൊക്കെ ഉണ്ട്, വനിതാ സംവരണ ബില്ല്. അവസാനം ഇത് പാസ്സായി, വനിതാ സംവരണ ബില്ല് പാസ്സായിട്ടുണ്ട്, ലോക്സഭയിൽ പാസ്സായതാണ്. ഇപ്പൊ ആ സംവരണ ബില്ലിന് അതൊരു ഭേദഗതി കൂടി വരുത്തിക്കൊണ്ട് മണ്ഡല പുനർക്രമീകരണം, ഇത്ര സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ മണ്ഡലം കൂടുതൽ വേണമല്ലോ. അപ്പൊ വനിതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറയുന്നവർ തന്നെ കാര്യത്തോട് എടുക്കുമ്പോൾ ഇതിന് പിൻവലിക്കുകയാണ്. അതിനുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടുതലുള്ളത് പുരുഷന്മാരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള പാർട്ടി BJP ആണ്. അവർ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു 10-15 വർഷമായിട്ട് അവർ സ്ത്രീകളെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ പാർട്ടികളിലൊക്കെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മഹിളാ മോർച്ച എന്ന് പറയുന്ന ആ സംഘടന, അതിൽ ധാരാളം വനിതകളെ അവർ ഉയർത്തിക്കൊണ്ട് വരുന്നു എന്ന് മാത്രമല്ല, അവർ മെച്ചപ്പെട്ട, അതിനകത്ത് മിടുക്കുള്ളവരെ അവർ മെച്ചപ്പെട്ട സ്ഥാനങ്ങളിൽ അവരോധിക്കുന്നുണ്ട്. കൗൺസിലേഴ്സിലോ ഇല്ലെങ്കിൽ വാർഡിലോ ഒക്കെ അവർ നിന്ന് മത്സരിപ്പിക്കുന്നു. ഇവരെപ്പോഴും സജീവമായിട്ട് നിർത്താൻ അവരെപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കാരണം അവരിതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കാരണം വനിതകളുണ്ടെങ്കിൽ അവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റും. അപ്പം ഓരോ സ്ഥലങ്ങളിലും അവർ വനിതകളെ വളരെ കാലം മുമ്പ് തന്നെ, ഒരു 10 വർഷം മുമ്പ് തന്നെ റിക്രൂട്ട് ചെയ്ത്, ഇപ്പൊ നമുക്കറിയാം ഈ തിരുവനന്തപുരത്തൊക്കെ ഈ മഹിളാ മോർച്ചയുടെ ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ കാണുമ്പോൾ വലിയ, എനിക്ക് തോന്നുന്നു ഈ യുവമോർച്ചയെക്കാളും വലിയ പ്രതിഷേധമാണ് ഈ മഹിളാ മോർച്ചക്കാർ പലയിടത്തും നടത്തുന്നത്. വനിതകളുടെ ഒരു ഒഴുക്കാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ശ്രീമാൻ B. ഗോപാലകൃഷ്ണന്റെ റാലിക്ക് 4000 വനിതകളുടെ ഒരു പ്രകടനം വന്നു. അതുപോലെ തന്നെ ഷോൺ ജോർജിനും ഉണ്ടായിരുന്നു വനിതകളുടെ പ്രകടനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരം വനിതകളെ അണിനിരത്തുമ്പോൾ തന്നെ മറ്റു പാർട്ടിയുടെ കണ്ണു തള്ളുകയാണ്. ഇത് എങ്ങനെയാണ് ഈ വനിതകളെ രംഗത്തിറക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളത്. അപ്പം ഇവിടെ ഇതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോ തുടങ്ങിയതല്ല, BJP തുടങ്ങിയതാണോ എന്നൊരു സംശയം ഇവിടെ ജനിക്കുന്നുണ്ട്. ഇത് RSS തന്നെ രൂപപ്പെടുത്തിയ ഒന്നല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശബരിമല പ്രക്ഷോഭം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും 2018. അന്ന് അതിനെ ഒരു പാർട്ടിയും സ്പോൺസർ ചെയ്തിരുന്നില്ല, BJPയും ചെയ്തില്ല, കോൺഗ്രസ് ആരുടെയും കൊടിയൊന്നും ഇല്ലായിരുന്നു അവർക്ക്. അത് സ്ത്രീകൾ ഒരു വലിയ രീതിയിൽ തന്നെ ഒരു അച്ചടക്കത്തോടെ ഈ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഒഴുകി ഇറങ്ങുന്ന ഒരു കാഴ്ച അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ അത്രയും സ്ത്രീകളെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഈ വികാരം ഉണ്ടായെടുക്കണമെങ്കിൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രവർത്തനം ഈ നാട്ടിൽ നടന്നിട്ടുണ്ടാകണമല്ലോ. ഇല്ല എങ്കിൽ ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചിരുന്ന ഇവർക്കൊക്കെ ബോധമുണ്ടോ, ഇവർ വീട്ടിലൊക്കെ ഇരിക്കുന്നവരല്ലേ എന്ന് കരുതിയ പല സ്ത്രീകളും ഇടപെട്ടല്ലോ. NSS അടക്കമുള്ളവർ സ്ത്രീകളെ ഇറക്കിയല്ലോ.
അല്ല, അവരിറക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു. കാരണം അവരിറക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ബാനറിന്റെ കീഴിൽ വരുന്നത് അവരുടെ ഒരു കരയോഗങ്ങൾ ബേസ് ചെയ്ത് വരും. ഇത് അങ്ങനെയല്ല. കാരണം എന്റെ നാട്ടിൽ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമുക്ക് തന്നെ അറിയാം ഇവർക്കൊക്കെ ഇത്ര രാഷ്ട്രീയ ബോധമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ചില ആളുകൾ. കാരണം അവരൊന്നും ഒരിക്കലും പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ വരികയോ ഒരു അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരുപാട് സ്ത്രീകളായിട്ടുള്ളവരെ എനിക്കറിയാം. അവര് പോലും ഈ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുകയും ആധികാരികമായി തന്നെ ഇതിന്റെ വശങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അവിടെ നിന്ന് SNDP NSSും ഒരു സംഘടനയും ഇല്ലായിരുന്നു എന്ന് വ്യക്തമായി തന്നെ പറയാൻ കഴിയും. കാരണം നമുക്ക് അറിയാമല്ലോ, കാരണം ഈ ഒരു സാമുദായിക സംഘടന ആൾക്കാരെ ഇറക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ SNDP ആയാലും NSS ആയാലും ആൾക്കാര് ഇത് അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് ഒരു സമൂഹം ഇളകി വരുന്ന ഒരു കാഴ്ച. അപ്പൊ അതിന് മുമ്പ് തന്നെ അടിത്തട്ടിൽ അതിന്റെ ഒരു വർക്ക് നടന്നിട്ടുണ്ടാകണമല്ലോ. കാരണം ഈ RSSനെ സംബന്ധിച്ച് രാഷ്ട്രീയ സേവികാ സമിതിയുണ്ട്, പിന്നെ ദുർഗാവാഹിനി വിശ്വഹിന്ദു പരിഷത്തിനുണ്ട്, അങ്ങനെ അനവധി സംഘടനകൾ നേരത്തെ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും. അപ്പം ഇത് ഉണ്ട്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ നാളിതുവരെ മെനക്കെട്ടിട്ടില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നിർത്തിയത് BJP അല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? ഇവര് എന്താണ് ഇവരുടെ സ്ത്രീകളെ ഇവർ അടിക്കുകയും പിടിക്കുകയും ചവിട്ടിത്താഴ്ത്തുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? നോക്കൂ, ഏറ്റവും കൂടുതൽ പാർട്ടിക്കാരുടെ തല്ലി മേടിച്ചതും ഇല്ലെങ്കിൽ പീഡനത്തിന് ഇരയായതും BJPയിലാണോ? അല്ല, മറ്റു പാർട്ടികളിലാണ്, അല്ലെ? അപ്പൊ അവരെ ആ നിലയിലേക്ക് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു സ്ത്രീകൾ അത് മടുക്കും. അപ്പൊ ഇപ്പൊ വനിതാ സംവരണം കൂടെ വന്നാൽ എന്ത് പറ്റും? സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ വനിതകളുള്ള ഒരു പാർട്ടി ആയിരിക്കും അവരെ ലീഡ് ചെയ്യുന്നത്. ഇതാണ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ടാമതൊരു വിഷയമുണ്ട്. ഇതൊരു കാര്യമാണെങ്കിൽ അടുത്ത കാര്യം, ഈ പുരുഷന്മാരുടെ സീറ്റ് കുറയില്ല ധനുഷേ. ഈ 10ല് 3.5 സീറ്റ് പോവും, പിന്നുള്ളത് 6. ഇപ്പൊ 10 സീറ്റ് ഉണ്ടായിട്ട് നമുക്കറിയാം കേരളത്തിൽ ഈ ഇലക്ഷൻ കോൺഗ്രസിന്റെ അടി കണ്ടായിരുന്നോ? മുഖ്യമന്ത്രിയായിട്ട് 3 പേരാ നിൽക്കുന്നത്. ഇനി ഈ 3-1 വനിതയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇടി ഇവിടെ? അപ്പൊ ഒരാൾ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ. കാരണം 3 ആണുങ്ങൾക്കാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആണാകുമെന്ന് പറയുമ്പോൾ തന്നെ 3 പേര് നിൽക്കുന്നു നിലവിൽ. അപ്പൊ ഇനി അതുപോലെ വനിതയ്ക്കാണെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? അപ്പം ഈ നമ്മൾ കാലാകാലങ്ങളിൽ വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സീറ്റിന് വേണ്ടി നിൽക്കുമ്പോൾ പറയാം അത് 10 സീറ്റേ ഉള്ളാകെ, അതിൽ 6 എണ്ണമേ ആണുങ്ങൾക്കുള്ളൂ, ബാക്കി 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും വിഷയം? പിന്നെയുള്ള അടി നടക്കുന്നത് എവിടെയായിരിക്കും? ഭാര്യമാർക്ക് വേണ്ടിയിട്ടുള്ള അടിയായിരിക്കും. എന്റെ ഭാര്യ നിർത്തണം, ഈ ഭാര്യ. അപ്പോഴെന്താണ് ഈ ഭാര്യമാരല്ലാതെ ഈ പാർട്ടി വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ടാകും, അവർക്ക് സീറ്റ് കൊടുക്കട്ടെ. ഇതൊരു വിഷയമാണ്. അതായത് കാലാകാലങ്ങളിൽ ഞാൻ തന്നെ MP, ഞാൻ തന്നെ MLA, ഞാൻ തന്നെ കൗൺസിലർ എന്ന് പറഞ്ഞു നടക്കുന്ന പുരുഷ കേസരികളായ ഒരുപിടി നേതാക്കളാണ് ഈ കോൺഗ്രസിലും മറ്റും ഉള്ളത്. അവരെ സംബന്ധിച്ച് കളം ഒഴിയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടത്തേക്ക് ഒരു വനിത കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ പ്രശ്നം. ഇതാണ് അവരെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി മണ്ഡല ഡീലിമിറ്റേഷനിലേക്ക് നമുക്ക് വരാം. ഇത് നമ്മൾ മുമ്പ് വിശദമായിട്ട് ചെയ്തതാണ് ഈ വാർത്ത. ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ദക്ഷിണേന്ത്യയിലുള്ള സർക്കാരുകൾ പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. അവർ പറയുന്നത് കുടുംബാസൂത്രണം നന്നായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, അതുകൊണ്ട് ഞങ്ങൾക്ക് ആളുകൾ കൂടിയിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് മണ്ഡലങ്ങൾ കുറയുമല്ലോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ പലപ്പോഴായി നടപ്പാക്കിയ കുടുംബാസൂത്രണ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യ ആണ് എന്നും മലപ്പുറത്തൊക്കെയാണ് അത് ഭംഗിയായിട്ട് നടത്തിയത്. ഇപ്പൊ 40 ലക്ഷം പേരുണ്ട് ആ ജില്ലയിൽ. അപ്പൊ ഇതിങ്ങനെ നടപ്പാക്കിയതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇനി ഇപ്പൊ സീറ്റ് കുറയുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല 30 സീറ്റോളം കേരളത്തിൽ കൂടുമെന്നാണ് എന്റെ അറിവ്, ഇപ്പോഴത്തെ അറിവ്, ഇത് നടന്നു കഴിഞ്ഞാൽ. കാരണം ഉദാഹരണം ഞാൻ ഈ പറയുന്നത് 40 ലക്ഷം പേരുള്ള മലപ്പുറം, 10 ലക്ഷം പേർക്ക് ഒരു MP, അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് 4 പേര് വരണ്ടേ? പിന്നെ എല്ലാ ജില്ലയിലും 16-17 ലക്ഷം പേരുണ്ട്. തിരുവനന്തപുരത്തും ഉണ്ട്. തിരുവനന്തപുരം ചിലപ്പോൾ 2 or 3 ലോക്സഭാ മണ്ഡലമാകും തിരുവനന്തപുരം ജില്ല. ആലപ്പുഴ ജില്ല 2 ലോക്സഭാ മണ്ഡലമാകും. 10 ലക്ഷം പേർക്ക് ഒരു MP വെച്ച് കണക്കൂട്ടിയാൽ മതി. അതായത് 10 ലക്ഷം പേരിൽ അധികമുള്ളവരെ എന്തായാലും അതിൽ നിന്ന് മാറ്റി അടുത്തടുത്തേക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പൊ സ്വാഭാവികമായി തന്നെ കൂടും. ഇനി ഇത് വരാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് കഴിഞ്ഞ 50 വർഷമായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഏറ്റവും അവസാനം AB വാജ്പേയി ആണ് 25 വർഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തത്. ഇത് നടപ്പാക്കിയേ പറ്റൂ. പിന്നെ BJP ചെയ്തൊരു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് 2011 സെൻസസ് വെച്ചിട്ടാണ് ഇപ്പോ ഈ ഡീലിമിറ്റേഷൻ. 2021 സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, 27 തീരത്തുള്ളൂ. ഇവര് പറയുന്ന 2021 സെൻസസ് വെച്ച് നടപ്പാക്കണം. അതെന്തിനാണെന്നറിയാവോ? അത് ഉടനെ ഒന്നും തീരത്തില്ലല്ലോ. അത് കഴിഞ്ഞ് ഡീലിമിറ്റേഷന് പോകുമ്പോൾ 2029 കഴിഞ്ഞ് കിട്ടും. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടല്ലേ തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ ആ ബുദ്ധി ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനകത്ത് വേറൊരു മണ്ഡലമുണ്ട്. 2021 ആ സെൻസസ് വെച്ചിട്ടാണ് നടപ്പാക്കുന്നതെങ്കിൽ ഈ 850 ചിലപ്പോൾ നിന്നൊന്നും വരത്തില്ല. 140 കോടി ജനമില്ലേ? 140 ഡിവൈഡ് ചെയ്ത 10 ലക്ഷം പേരെ വെച്ചിട്ട്. ഇല്ലെങ്കിൽ ഈ 10 ലക്ഷം എന്നുള്ളതിന്റെ ക്രൈറ്റീരിയ മാറ്റി 12 ലക്ഷമോ 15 ലക്ഷമോ ആക്കണം. ഒരു മണ്ഡലത്തിൽ 15 ലക്ഷം പേര്. പക്ഷെ അത് പ്രായോഗികമല്ല. അത് കാരണം
എന്തിനാണ് ഈ 10 ലക്ഷം പേർക്ക് ഒരു എം പിക്ക് കിട്ടുന്ന എം പി ഫണ്ട് ആളുകൾക്ക് മുഴുവൻ എത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു എണ്ണം കുറഞ്ഞിരിക്കണം. 10 ലക്ഷം പേര് ഒരു എം പിക്ക്, ആ എം പിക്ക് കിട്ടുന്ന ഫണ്ട് എം പിയുടെ താഴെ MLA മാരുണ്ട്, അയാളുടെ മണ്ഡലത്തിൽ 4-5 MLA-മാർ കാണും, MLA-മാരുടെ താഴെ ബ്ലോക്ക് കാണും, ജില്ലാ പഞ്ചായത്ത് കാണും, പഞ്ചായത്ത് മെമ്പർ കാണും. ഇങ്ങനെ എല്ലായിടത്തേക്കും അധികാരം വികേന്ദ്രീകരിച്ച് ഈ ഫണ്ട് എല്ലാവരിലേക്കും എത്താൻ ഇത് ഉപകാരപ്പെടും. ഒരു 20 ലക്ഷം അംഗങ്ങളുള്ള ഒരു മണ്ഡലത്തിലെ എം പിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എം പി ഫണ്ട് കിട്ടുന്നത് എല്ലാവർക്കും ഒരുപോലെ 5 കോടി രൂപ കിട്ടും. ഈ 5 കോടി രൂപ കിട്ടി കഴിഞ്ഞാൽ ഈ 20 ലക്ഷം പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? റോഡ്, പാലം, കുളം, കിണർ, ഇതെല്ലാം പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിലും ഭേദം 10 ലക്ഷം വെച്ച് ആയിക്കഴിഞ്ഞാൽ 2 എം പിക്കും കൂടെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 10 കോടി രൂപയായിരിക്കും, അല്ലെ? 10 കോടി രൂപ ഉണ്ടെങ്കിൽ 5 കോടിയേക്കാൾ വലുതാണല്ലോ 10 കോടി. അപ്പൊ ഈ 10 കോടി ഉണ്ടെങ്കിൽ ആ 20 ലക്ഷം പേരുടെ പ്രശ്നം പരിഹരിച്ചില്ലേ? ഇതാണ് ഇതിന്റെ ലോജിക്ക്. അതുകൊണ്ടാണ് മണ്ഡല പുനർക്രമീകരണം വേണമെന്ന് പറയുന്നത്. ഇതില്ലാതിരിക്കാനും കഴിയില്ല. ഇത് ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? പിന്നീട് ഭാവിയിൽ ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എം പിമാർ വരും നോക്കുകുത്തികളായിട്ട് ഇരിക്കേണ്ടി വരും. കാരണം ഇവർക്ക് ഈ ഫണ്ട് ഒന്നിനും തികയാതെ വരും, ഇവർക്കിത് ഒന്നും ചെയ്യാതെ വരും. ഈ ജനങ്ങളും ഇവർക്കെതിരെ പ്രതിഷേധം വരും. പിന്നെ മൂന്നാമത് പറയുന്ന ലോജിക്കിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. BJP-യുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയയിൽ സീറ്റ് കൂടുമെന്നുള്ളത്. അങ്ങനെ BJP-ക്ക് പതിച്ചു കൊടുത്ത ഒരു സ്ഥലം ഈ രാജ്യത്തില്ല. കോൺഗ്രസിന് പതിച്ചു കൊടുത്ത ഒരു രാജ്യം ഈ സ്ഥലത്തില്ല. ഈ രാജ്യത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ 10-60 കൊല്ലം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭരിച്ചത്, അല്ലേ? BJP ഉണ്ടായിരുന്നു ഈ നാട്ടില്? ഇല്ല. അതുപോലെ തന്നെയാണ് ഇതിൽ പറയേണ്ട ഒരു കാര്യം. അവർ പറയുന്നത് നാളെ കേരളത്തിലുള്ള ജനങ്ങൾ നോക്കുകുത്തിയായിട്ട് നിൽക്കും, കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒരു പ്രസക്തിയും കാണില്ല എന്ന്. നേരെ BJP അധികാരത്തിൽ വരുന്ന ആ ഒരു പ്രോസസ്സിൽ എന്നാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇനി ഇപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് പ്രസക്തി അവിടെ എന്നുള്ളത്? ഇപ്പൊ കേരളത്തിന് എന്താണ് പ്രസക്തി? 2 തവണ നരേന്ദ്രമോദി വന്നപ്പോഴും കേരളത്തിന് ഒരു പ്രസക്തി ഇല്ലായിരുന്നു. 3ാമത്തെ തവണയാണ് സുരേഷ് ഗോപി ഒരു MP ആയിട്ട് വന്നത്. ഇപ്പൊ ഒരു MP സീറ്റ് കുറഞ്ഞാലും കേരളത്തിന് ഒരു പ്രസക്തി അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. പ്രസക്തിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അല്ല, ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. BJP-യുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല, രാഷ്ട്രീയമാണ്, അത് മാറിയും തിരിഞ്ഞും. ഇവിടെ ഞാൻ കാണുന്ന വലിയൊരു ഡേഞ്ചർ സംഭവമുണ്ട്. അത് BJP-ക്ക് നന്നായി അറിയാം. എന്താ അറിയാവോ? ഈ മണ്ഡല പുനർക്രമീകരണം വരുമ്പോൾ ഇവിടെ ഏറ്റവും അപകടകരമായ ഒരു സാധനമുണ്ട്. പ്രാദേശിക രാഷ്ട്രീയവും പ്രാദേശിക നേതൃത്വവും ഉയർന്നു വരും. അതായത് ഇപ്പൊ എന്റെ മണ്ഡലം ആലപ്പുഴയാണ്, ഞാൻ ഇവിടെ ശക്തനായ ഒരു നേതാവാണ്. ഞാനൊരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് ഈ മണ്ഡലം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആപ്പ് പോലെ, ഇല്ല 2020 പോലെ ഒരു പാർട്ടി രൂപീകരിച്ച് ഞാനൊരു 10 മണ്ഡലത്തിലെടുത്താൽ ഞാനൊരു നിർണായക റോളിലേക്ക് എത്തും, ഇല്ലേ? അതിനുള്ള പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച കാര്യമല്ല, കോൺഗ്രസിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരു പാർട്ടിയാണ്. അവരെന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? കാരണം അവർക്ക് UP മത്സരിക്കേണ്ടത്. കാരണം അവർക്കും അവിടുന്ന് BJP-യുടെ എതിരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെതിരെ BJP, അത് യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലാതെ വേറൊരു പാർട്ടിയും ഇല്ല. അപ്പൊ അവരെന്തിനാണ് എതിർക്കുന്നത്? ദേശീയ തലത്തിലുള്ള 2 പാർട്ടികളെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്? കാരണം ഞങ്ങൾക്ക് കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കാൻ ഇടം കിട്ടുമല്ലോ എന്നല്ലേ കരുതേണ്ടത്. കോൺഗ്രസും ഇപ്പൊ സൗത്ത് ഇന്ത്യയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങള് സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളുമായിട്ട് സമരം ചെയ്യാൻ പോകുന്നതാണ് കോൺഗ്രസ് പറയുന്നത്, എതിർക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിനകത്ത് എന്തിനാണ്? അപ്പൊ കോൺഗ്രസ് ദക്ഷിണേന്ത്യ മാത്രമേ ഉള്ളൂ, ഇനി മുതൽ ഞങ്ങൾ ദക്ഷിണേന്ത്യ മാത്രമേ കാണൂ എന്നൊരു വിചാരം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവരെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ BJP ഞാൻ ചോദിച്ചിട്ട് നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരാളെ മാത്രമേ ജയിപ്പിക്കൂ. അത് BJP ആയാലും CPM ആയാലും ആരായാലും. ഇപ്പം UP-യിൽ കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചത്? BJP-ക്ക് എത്ര സീറ്റ് കിട്ടി? 17 സീറ്റല്ലേ ഒറ്റയടിക്ക് കുറഞ്ഞു. കോൺഗ്രസ് കിട്ടിയില്ല, ചത്ത് കിടന്ന കോൺഗ്രസിന് 17 സീറ്റ് കിട്ടിയില്ലേ ഉത്തർപ്രദേശില്? എന്താ അത് BJP-യുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ആയതുകൊണ്ടാണോ? അല്ല. ജനം അപ്പോൾ എന്താണ്? ജനം മാറിയും തിരിഞ്ഞും ഒക്കെ കുത്തും. അപ്പൊ ജനത്തിന് കുറച്ചുകൂടെ അധികാരം കിട്ടുകയാണ് ആളുകളുടെ എണ്ണം കുറയുമ്പോൾ. ഒപ്പം തന്നെ പവർ കിട്ടുന്നു എന്ന് മാത്രമല്ല, വികസനം കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഡീലിമിറ്റേഷൻ വന്നേ പറ്റൂ. കേരളത്തിൽ സംസ്ഥാനത്തിന്റെ ഡീലിമിറ്റേഷനും വരണം. മലപ്പുറത്ത് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അത്രയും പേരുള്ള ആ ജില്ലയെ ഡിവൈഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത്രയും വലിയ ജില്ലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങും എത്തില്ല. ഒരു യാഥാർത്ഥ്യമാണ്. അവരത് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു സംസ്ഥാനം വേണോ രാജ്യം വേണോ എന്നൊക്കെ ആൾക്കാരില്ല. അത് വിവരക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വികസനം എത്തണമെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുക തന്നെ വേണം. 2 ജില്ലകളെങ്കിലും ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ അവിടെ കൂടുതൽ പേരിലേക്ക് എത്തൂ. ഒരു ജില്ലയിലേക്ക് ഇത്രയും ലക്ഷം പേരുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടത്തേക്ക് വികസനം എത്തുന്നത്? ഈ ജില്ലയിലുള്ള MLA-മാരുടെ എണ്ണം അത്ര, MP-മാരുടെ എണ്ണം അത്ര, 2 MP-മാരെ മറ്റേ ഉള്ളൂ ഇത്രയും പേർക്ക്. ഇത് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോവുക? അപ്പം അത് ഡിവൈഡ് ചെയ്യുക, അതും കാലാനുസൃതമായി മാറ്റുക. ഒപ്പം തന്നെ എല്ലായിടത്തേക്കും ഈ വികസനങ്ങളും മറ്റു കാര്യങ്ങളും എത്തുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഒരു പോംവഴി. ഇത് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് എന്തായാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. കാരണം സംസ്ഥാനത്തിന്റെ മണ്ഡലങ്ങൾ പുനർക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്.
പക്ഷെ ഇവരുടെ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. അവർ പറയുന്നത് ഒരു ലോജിക്കുണ്ട്. ഈ കുടുംബാസൂത്രണം വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് കുറഞ്ഞുപോയി, അവരിത് പറയുന്ന കാര്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ അതിന് ആനുപാതികമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോ കേന്ദ്ര സർക്കാർ ഇപ്പൊ കൊണ്ടുവന്നു ഇതിപ്പോ ഉടനെ നടപ്പാക്കുക എന്നുള്ളതല്ല. കാരണം സ്ത്രീ സംവരണത്തിന്റെ ബില്ല് അവർ ഓൾറെഡി പാസ്സായതാണ്. ഇതിന്റെ ഈ മണ്ഡല പുനർനിർമ്മാണത്തിന്റെ ബില്ല് ഇപ്പൊ അവർ കൊണ്ടുവന്നിരിക്കുന്നത് കരടാണ്. ഈ കരട് അതേപോലെ നടപ്പാക്കുക എന്നുള്ളതല്ല, ഇത് ചർച്ചയ്ക്ക് വെക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പാർലമെന്റ് കൊണ്ടുവന്നു, ഇന്ന് 16 മണിക്കൂർ ചർച്ചയാണ്. 16 മണിക്കൂർ ചർച്ച കഴിഞ്ഞ് പിന്നെ ദിവസങ്ങളോളം ഇത് ചർച്ച ചെയ്യും, രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും. അപ്പോൾ രൂപപ്പെട്ടു വരുന്ന ഒരു ഫോർമുല ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഈ സ്റ്റാലിൻ ചൂടാകുന്ന കാര്യം കോൺഗ്രസ് പാർലമെന്റ് ഇത് ചർച്ച ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ആദ്യം ഒരു സർവകക്ഷി യോഗം വിളിക്കണം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് പാർലമെന്റിലോട്ട് കൊണ്ടുവന്നാൽ മതി. അല്ല, കോൺഗ്രസ് അത് പറയുന്നതിന് കാര്യമുണ്ട്. കാരണം ഇതിന്റെ ചർച്ച മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ എന്തുകൊണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടു ഇത് മുമ്പ്, എന്തുകൊണ്ട് ഇത് എത്തിയിട്ടില്ല, ഇത് ഏതൊക്കെ വിഭാഗത്തിൽ ഇത് എത്തിയിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടി വരും. ഇവിടുത്തെ ഈ പട്ടികവർഗ സംവരണം ഈ ഇത്ര നാളും നൽകിയിട്ട് അവർക്ക് എന്ത് ഗുണം കിട്ടിയെന്നൊരു ചോദ്യം വരും, അവർക്ക് എന്തെങ്കിലും നേടിയെന്നൊരു ഗുണം വരും, ജാതി സെൻസസിന്റെ കാര്യം വരും, സെൻസസിലേക്ക് പോകും, അങ്ങനെ പല 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 വിഷയങ്ങളിലേക്ക് പോകും. സെൻസസിന്റെ പ്രോസസ്സ് നമ്മുടെ രാജ്യത്ത് 2027 തീരും. അത് തീർന്നതിന് ശേഷം ഇത് നടപ്പാക്കാൻ പോയി കഴിഞ്ഞാൽ 2029 കഴിയും. ഇപ്പോഴും ഇത് തുടങ്ങി വെച്ചത്. കാരണം നിലവിൽ 2026 വരെയുള്ളൂ ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ഡല പുനർക്രമീകരണത്തിന് ഇയർ. ഈ വർഷം തീരും. ഈ വർഷം തീർന്നിട്ട് ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിയില്ലാത്തവരുടെ പരിപാടിയായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ജനസംഖ്യ വളരെയധികം കൂടുകയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ അത് അവരിലേക്ക് എത്തില്ല, അവർക്ക് വേണ്ട വികസനം എത്തില്ല, അവർക്ക് വേണ്ട ഒന്നും തന്നെ കിട്ടില്ല. ഇപ്പൊ ഒരു MBA കാണണം, നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉത്തർപ്രദേശിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെ ഈ ഓരോ ജില്ലയ്ക്കും കുറഞ്ഞതൊരു 7-8 മണിക്കൂർ വേണം ഒരു ജില്ലയുടെ അതിർത്തിയിൽ നിന്ന് ഒരു ജില്ല വരെ ഓടിപ്പോകാനായിട്ട്. ഒരു MBA ഓഫീസിൽ പോയി MBA കാണണമെങ്കിൽ ഒരു ജില്ലയിലുള്ളവൻ 2 ദിവസം ലീവ് എടുത്ത് പോകേണ്ട അവസ്ഥ വരും. അതിലും ഭേദം ആ ജില്ല 2ആയിട്ടോ 3ആയിട്ടോ വെട്ടിമുറിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് കണ്ടുപോകാൻ കഴിയുമല്ലോ. നമ്മുടെ കേരളവുമായിട്ട് ഇതിനൊന്നും താരതമ്യം ചെയ്യരുത്. ഭൂപ്രകൃതിയിൽ വലിയ വ്യത്യാസമുള്ള ഒരുപാട് ജില്ലകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ജനസംഖ്യയുടെ വ്യത്യാസമുള്ളവരുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അത് അവരുടെ കയ്യിലിരിപ്പുകളൊക്കെയാണ് ജനം ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ലത് ചെയ്താൽ ജനം ജയിപ്പിക്കും, ഇല്ലെങ്കിൽ ഇപ്പം തോൽപ്പിക്കും. അത് സ്വാഭാവികം മാത്രമല്ലേ, അല്ലാതെ ഇവിടെ പാർഷ്വാലിറ്റി കാണിക്കുന്നില്ലല്ലോ. ഞാൻ അതാണ് UP-യുടെ കാര്യം എടുത്തു പറഞ്ഞത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് UP-യിൽ BJP തോറ്റുപോയില്ലേ, 17 സീറ്റ് കോൺഗ്രസിന് കിട്ടിയില്ലേ. അവർ ചുമ്മാ ചത്ത് കിടന്ന കോൺഗ്രസിലല്ലേ 17 സീറ്റ് കിട്ടിയത്. അങ്ങനൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം. നാളെ BJP-ക്ക് പകരം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വരാം. നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണ് ആം ആദ്മി പാർട്ടി ഈ ദില്ലി തലസ്ഥാനം 15 വർഷം ഭരിക്കുമെന്ന്? ആരും കരുതിയല്ലോ. അവരൊരു പാർട്ടി പോലും അല്ലാതെ വന്നവരാണ്. അപ്പം അതിനൊന്നും കഥയൊന്നുമില്ല.